ഇന്ന് നമ്മളൊരു ഫംഗ്ഷന് വേണ്ടി പോവുകയാണ്. പോവുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ബോട്ട് നോക്കി വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ അതൊന്ന് അനങ്ങി ഇങ്ങോട്ട് വരണമല്ലോ. അവിടുന്ന് ഇതേ പുറപ്പെട്ടിട്ടുണ്ട്. അതിങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് 10:30-ക്കാണ് ഫംഗ്ഷൻ. അതുകൊണ്ട് നമ്മളിങ്ങനെ ബോട്ട് ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അത് ദേ വന്നു. നമ്മളതിൽ ചാടി കയറിയപ്പോൾ ഞാനും പിള്ളേരും വണ്ടിയിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കി നിന്നു. പക്ഷെ ചൂട് കൊണ്ട് എൻ്റെ ദൈവമേ, മനുഷ്യനെ കൊല്ലുന്ന വെയിലായതുകൊണ്ട് തിരിച്ച് വണ്ടിയിൽ തന്നെ കയറി നമ്മൾ അങ്ങനെ 10:30 അവിടെ ചെന്നു. അക്ഷയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 4ാമത്തെ ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ്. അതിനാണ് നമ്മളവിടെ ചെന്നത്. ആ ഉദ്ഘാടനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിൽ ഒരാളെയാണ് ഉദ്ഘാടകനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത്. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ അവർ നമ്മളിൽ ഒരാളെ നമ്മളെല്ലാം എഴുതി കൂപ്പണെല്ലാം ഇട്ടു. അപ്പോൾ അതേ അവർ നറുക്കെടുക്കാനായിട്ട് പോവുകയാണ്. അവരങ്ങനെ നറുക്കെടുക്കാനായിട്ട് ഒരു ആൻറ്റി ഇതാ നറുക്കെടുക്കുന്നുണ്ട്. അങ്ങനെ നറുക്കെല്ലാം എടുത്തു. പേര് വായിച്ചപ്പോൾ പേര് വായിച്ചപ്പോൾ നമ്മുടെ അവിടെ ചെണ്ട കൊട്ടാൻ വന്നൊരു ചേട്ടൻ, അതായത് നമ്മുടെ അവിടെ പരിപാടിക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചെണ്ട കൊട്ടാൻ വന്നൊരു ചേട്ടനാണ് കേട്ടോ. ആ ചേട്ടൻ ഭയങ്കര സന്തോഷമായി, കൂട്ടത്തിൽ നമുക്കും സന്തോഷമായി. അങ്ങനെ ആ ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകൻ. അങ്ങനെ ഇതാ ചേട്ടനാണ് നമ്മുടെ ഉദ്ഘാടകൻ. അങ്ങനെ ചേട്ടൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെ ചേട്ടൻ ഉദ്ഘാടനവും ചെയ്തു. വലത്തുകാലം വെച്ച് നമ്മുടെ ഷോപ്പിലോട്ട് കയറാനായിട്ട് തയ്യാറെടുക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉദ്ഘാടനം ചെയ്തു. ചേട്ടൻ ഷോപ്പിലോട്ട് കയറി. അപ്പം നമ്മൾ ഉദ്ഘാടകന് സമ്മാനമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് ഒരു റിങ്ങായിരുന്നു. ഒരു റിങ് കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ നമ്മളിതേ ആ ചേട്ടന് ഒരു റിങ് സമ്മാനമായിട്ട് കൊടുത്തു. ചേട്ടന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ ചേട്ടൻ ആ റിങ്ങൊക്കെ എടുത്ത് നമ്മളെ കാണിച്ചു. ഇതാണ് ഷോറൂമിനകം. അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നോക്കി കാണുന്നത് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റിൻഷാദ് എന്ന് പറയുന്ന ഈ കടയുടെ ഓണറാണ് നമ്മുടെ റിൻഷാദ്. കൂടാതെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ്. അത്യാവശ്യം നല്ല തിരക്കും ആ സമയത്ത് കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഞാനും പോയെടുത്തു ഒരു റിങ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക.